വെച്ചോ വെച്ചോ. ഞാൻ വരും വരും. ക്ഷേത്രം ഏതെന്ന് മനസ്സിലായോ? ഇത് മംഗലത്തോണം കാട്ടുനട ശ്രീ ഭദ്രകാളി ക്ഷേത്രം. അപ്പോൾ ഇന്ന് ഇവിടെ ഒരുപാട് ഭക്തജനങ്ങളാണ് രാമായണ പാരായണത്തിന് എത്തിയിട്ടുള്ളത്. ഇനി ഈ ഒരു മാസവും ഇവിടെ രാമായണ പാരായണ ദിവസത്തിൻ്റെ ദിനങ്ങളായിരിക്കും കേട്ടോ. അങ്ങനെ ഭക്തി നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമസ്തേ ശ്രീനാരായണ നമസ്തേ നരകാരി സമസ്തേശ്വര ശൗര്യ. കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതലും ഭക്തർ ക്ഷേത്ര ദർശനം നടത്തുക. പതിവ് പോലെ ഞാനും ക്ഷേത്ര ദർശനം നടത്തി. ബാലരാമപുരം മംഗലത്തുകോണ കാട്ടുനട ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലായിരുന്നു ഇന്നത്തെ ക്ഷേത്ര ദർശനം. എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം വരുന്നത്. തൂക്ക മഹോത്സവത്തിന് പ്രശസ്തി ആർജിച്ചതാണ് കാട്ടുനട ശ്രീ ഭദ്രകാളി ക്ഷേത്രം. എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അന്തരീക്ഷമാണ്. വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ ആൽമരങ്ങളാൽ വനനിബിഡമാണ് നമ്മുടെ ക്ഷേത്ര പരിസരം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ പെട്ടെന്ന് വന്ന് തൊഴുതിട്ട് പോകാൻ കുറച്ച് മടിയായിരിക്കും. കുറച്ച് സമയം ആൽമര ചുവട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഒരു നാടിന്റെ ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ജാതി മത ഭേദമന്യേ ആർക്ക് വന്നും ക്ഷേത്ര ദർശനം നടത്താം. സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം. ഭാരത സംസ്കാരത്തിന്റെ പ്രതീകമായ രാമായണം മനുഷ്യജീവിതത്തിന്റെ മഹനീയമായ മാതൃക കൂടിയാണ്. പതിവ് പോലെ നമ്മുടെ ക്ഷേത്രത്തിലും രാമായണ പാരായണം ചെയ്യാൻ ഒരുപാട് ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിച്ച് രാമായണം തൊട്ട് വന്ദിച്ച് വായന തുടങ്ങുന്നു. കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ച് തീർക്കണമെന്നാണ് സങ്കല്പം. ചിലപ്പോൾ രാമായണത്തിന്റെ അനുബന്ധ ഭാഗമായ ഉത്തര രാമായണവും ചിലർ വായിക്കാറുണ്ട്. ശ്രീരാമൻ എക്കാലത്തെയും മാനുഷിക ധർമ്മത്തിന്റെ പ്രതീകമാണ്. സത്യത്തിലും അടിയുറച്ച ധർമ്മത്തിലും അധിഷ്ഠിതമായ ജീവിതമാണ് മാനുഷിക വികാരങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന മനുഷ്യനായ രാമൻ ആവിഷ്കരിക്കുന്നത്. ആധ്യാത്മികവും സാംസ്കാരികവും കലാപരവുമായ എക്കാലത്തെയും സ്രോതസ്സാണ് രാമായണം. ആത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തിനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി. ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം പുത്രാർത്ഥാകുല സംസാര ദുഃഖാംബുദൗ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സേവിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസ്സീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം ബുക്കും. എന്താണ് രാമായണ പാരായണത്തിന്റെ പ്രാധാന്യം? കർക്കിടക മാസത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പാരായണം ചെയ്യുന്നത്? കർക്കിടക മാസത്തിൽ മുമ്പ് പഴയ കാലങ്ങളിൽ രാമായണം എല്ലാ ദിവസവും ഹൈന്ദവ ഭവനങ്ങളിൽ പാരായണം ചെയ്യുന്നത് പതിവായിരുന്നു. പക്ഷേ കാലക്രമേണ നമുക്ക് ആചാരങ്ങളിൽ വന്ന ചില ശോഷണം കൊണ്ട് അത് ക്രമേണ ശോഷിച്ചു വന്നു. അത് അപൂർവമായി. അപ്പോൾ പിന്നീട് 1982 എറണാകുളത്ത് ചേർന്ന ഒരു വിശാല ഹിന്ദു സമ്മേളനത്തിൽ വച്ചൊരു തീരുമാനമുണ്ടായി. കർക്കിടക മാസം പഞ്ഞമാസമാണല്ലോ. അപ്പോൾ പഞ്ഞമാസത്തിൽ നമുക്ക് കൂടുതൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തിലും എല്ലാവരും അന്നത്തെ ആചാര്യന്മാർ ആലോചിച്ച് ഈ വിശാല ഹിന്ദു സമ്മേളനത്തിൽ വെച്ച് ഇങ്ങനെ കേരളത്തിൽ ഒന്നാകെ കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കണം എന്നൊരു തീരുമാനമുണ്ട്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ ഉദ്ദേശം രാമായണം കർക്കിടകത്തിൽ മാത്രം വായിക്കാനുള്ളതെന്നോ അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ മാത്രമുള്ളതെന്നോ അല്ല. യഥാർത്ഥത്തിൽ രാമായണത്തിൻ്റെ പ്രചാരം ഹൈന്ദവ ഭവനങ്ങളിൽ എത്തിക്കുകയും അത് എല്ലാ സ്ഥലത്തും എല്ലാ വീടുകളിലും എല്ലാ ദിവസവും പാരായണം ചെയ്യാനുള്ള ഒരു ശീലമുണ്ടാക്കാനും വേണ്ടിയാണ് ഇങ്ങനെ തുടങ്ങിയത്. അതിനുശേഷം ഈ രാമായണത്തിൻ്റെ പാരായണത്തിൻ്റെ വ്യാപ്തി വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ കർക്കിടക മാസത്തിൽ വിശേഷിച്ചും എല്ലാവരും കഴിയുന്നതും രാമായണം പാരായണം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തിനാണ് നാം ഇതൊക്കെ പാരായണം ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും നമുക്ക് ആവശ്യം എന്താ? നമ്മുടെ മനസ്സിൽ അത് ചിന്തിക്കണം. ചിലപ്പോൾ നല്ല ചിന്തകൾ വേണം.
ഈ ശരിക്ക് എന്ത് മോശമായ കാര്യമായാലും നല്ല കാര്യം ചിന്തിക്കുന്നതിനും ഈ നമ്മളെ ചെയ്യുന്നതിന് മുമ്പ്, പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ അതിനെപ്പറ്റിയുള്ള ചിന്ത വരും. അപ്പോൾ നല്ല ചിന്തകൾ വന്നാൽ സ്വാഭാവികമായിട്ടും നല്ല കാര്യങ്ങളെ നമ്മൾ ചെയ്യും. അപ്പോൾ അതിന് നമ്മുടെ കുടുംബമാണ് പശ്ചാത്തലം. അപ്പോൾ ആ കുടുംബം പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് രാമായണം രചിച്ചിരിക്കുന്നത്. രാമായണത്തിൽ എന്താണ് പറയുന്നത്? രാമായണത്തിൽ ഉത്തമമായിട്ടുള്ള ഒരു സഹോദരൻ്റെ കർമ്മം, ഒരു മകൻ്റെ കർമ്മം, ഒരു ഭാര്യയുടെ കർമ്മം, ഇങ്ങനെ എല്ലാ ധർമ്മങ്ങളും ആ കുടുംബം പശ്ചാത്തലമാക്കി, ശ്രീരാമൻ്റെ കുടുംബം പശ്ചാത്തലമാക്കി വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ മാതൃക കുടുംബമാണത്. അതിനെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇത് രാമായണം വായിക്കുമ്പോൾ ഇവരെയൊക്കെ കാലക്രമേണ നമ്മൾ മാതൃകയാക്കുകയുള്ളൂ. അവരെ പോലെ ആകാൻ നമുക്ക് ആർക്കും പറ്റില്ല. പക്ഷേ എങ്കിലും അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട്, കാരണം നമ്മുടെ മനസ്സിലെപ്പോൾ എപ്പോഴും രാമനെപ്പറ്റിയും സീതയെപ്പറ്റിയും ലക്ഷ്മണനെപ്പറ്റിയും ദശരഥനെപ്പറ്റിയും ഹനുമാനെപ്പറ്റിയും ഒക്കെയുള്ള ചിന്തകളുണ്ടാകും. അപ്പോൾ ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തികളും അത്തരത്തിൽ നല്ല പ്രവൃത്തികളായിരിക്കും. അപ്പോൾ അങ്ങനെ നല്ല പ്രവൃത്തികൾ ഉണ്ടാകാനാണ്, നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വയ്ക്കാനാണ് രാമായണം പാരായണം ചെയ്യണം. അല്ലെങ്കിൽ രാമായണം, ഭാഗവതം ഇങ്ങനെയുള്ള പുരാണ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കണമെന്നും പാരായണം ചെയ്യണമെന്നും പറയുന്നുണ്ട്.